പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും അവ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും സ്വാതന്ത്ര്യദിന ചിന്തകൾ നമുക്ക് ശക്തി പകരുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് വിഘടനവാദവും ഭീകരവാദവും വർഗീയവാദവും ശക്തിപ്പെടുത്തുമ്പോൾ രാജ്യസ്നേഹത്തിന്റെ കൊടിക്കീഴിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അക്രമരഹിതവും സത്യാഗ്രഹ മാർഗത്തിലുള്ളതുമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ലോകചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടവയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ് നെഹ്റുവും ഉൾപ്പെടെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ പോരാളികളുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഫലമായാണ് നമ്മുടെ രാജ്യം സ്വായത്തമാക്കിയത്. ഈ സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി വിനിയോഗിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജനാധിപത്യവും മതേതരത്വവും വിഭാവനം ചെയ്യുന്ന മാതൃകാപരമായ ഒരു ഭരണഘടന നാം സ്വന്തമാക്കിയത്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യ തലയെടുപ്പുള്ള ജനാധിപത്യ മതേതര പരമാധികാര രാജ്യമായി നിലനിൽക്കണമെങ്കിൽ നാം നേടിയെടുത്ത വിലപ്പെട്ട സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാവണം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വാണിജ്യ വ്യവസായ കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും വൻ കുതിച്ചുചാട്ടമാണ് രാജ്യം ഇതിനകം കൈവരിച്ചത്. കൂടുതൽ വലിയ ഉയരങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള അവസരമാണിതെന്നും മന്ത്രി പറഞ്ഞു. സത്യാഗ്രഹ മാർഗത്തിലൂടെയാണ് രാഷ്ട്രപിതാവ് മഹാത്മജിയും രാഷ്ട്രശില്പി പണ്ഡിറ്റ്ജിയും നിരവധിയായ നേതാക്കന്മാരും ദേശീയ പ്രസ്ഥാനത്തിന് ഏറെ ആവേശകരമായ നേതൃത്വം നൽകിയത്. സ്വാതന്ത്ര്യ സമ്പാദനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ നിരവധി പേരുണ്ട്. ജാലിയൻ വാലാബാഗ് സമരത്തിലും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലുമെല്ലാം രക്തസാക്ഷികളായവർ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ എല്ലാം ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും ലക്ഷ്യബോധത്തിലുള്ള പോരാട്ടത്തിന്റെയും ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. ആ വിലപ്പെട്ട സ്വാതന്ത്ര്യം രാവിലെ 9 മണിയോടെ ദേശീയ പതാക ഉയർത്തിയ മന്ത്രി പരേഡ് പരിശോധിച്ചു. തുടർന്ന് നടന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ വിവിധ പോലീസ് സേനാ വിഭാഗങ്ങൾ, എക്സൈസ്, അഗ്നിരക്ഷാ സേന, ഫോറസ്റ്റ് വകുപ്പുകൾ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. തുടർന്ന് റിവ്യൂ ഓർഡർ മാർച്ച് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു. പരേഡിൽ മികച്ച പ്രകടനം നടത്തിയ വിവിധ വിഭാഗങ്ങളിലെ ജേതാക്കൾക്ക് മന്ത്രി സമ്മാനദാനവും നിർവഹിച്ചു. ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ, സിറ്റി പോലീസ് കമ്മീഷണർ BV വിജയ് ഭാരത് റെഡ്ഡി, റൂറൽ പോലീസ് മേധാവി ഉമേഷ് ഗോയൽ എന്നിവരും പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു. മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, MLA-മാരായ TO മോഹൻ, KV സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി, മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക്, ADMP N. പുരുഷോത്തമൻ, HS. രാജേഷ് ഖന്ന, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കാളികളായി. മട്ടന്നൂർ എയർപോർട്ട് പോലീസ് ഇൻസ്പെക്ടർ KR ബിജുവായിരുന്നു പരേഡ് കമാൻഡർ. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് സബ് ഇൻസ്പെക്ടർ K. സുജിത് കുമാർ സെക്കൻഡ് കമാൻഡറായി. പരേഡിന് ശേഷം ദേശഭക്തി ഗാനാലാപനവും നടന്നു.